മോഹനാൻ്റെ കൂടെ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി പന്മന. അവിടെ വെച്ചൊരു ആനക്കാരനെ കുത്തുന്ന സമയം ഞാൻ മോഹനാൻ്റെ പുറത്തിരിക്കാൻ തോട്ടി ഇടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തോട്ടി അങ്ങ് ഇട്ട് കൊടുത്തു. പുള്ളി ആന അടിച്ചിട്ട് വയ്ക്ക് തന്നെ തോട്ടി ഇടാന്ന് പറഞ്ഞു. തോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പുള്ളി ആ തോട്ടി നിലത്ത് വീഴുന്നതിന് മുമ്പ് ചാടി പിടിച്ച് ഓടിച്ചെന്നു. അയാളെ കുത്തുമ്പോഴേക്ക് പുറകിൽ ഓടിച്ചെന്ന് ആന തോട്ടിക്ക് വെട്ടിയെടുത്തു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. ഞാനും പോയിട്ട് പുറകിൽ പോയിട്ടൊരു നാളെ അതിനിട്ട് കൊടുത്തു. എന്നിട്ട് ആ ആനയെ അവിടെ കൊണ്ടു കൊടുത്തു. അത് തൃക്കടവൂർ ശിവരാജുവിന് മുൻപ് ശിവൻകുട്ടി എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. ഒരു ഒറ്റക്കൊമ്പനാണ്. ആ ആനയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെ താമരപ്പള്ളി വേലാനാനോടെ മണ്ണീറ കൊക്കാത്തോട് കൂപ്പിൽ അവർ പണിക്ക് പോകാൻ പോകുന്നത്. റാന്നിക്കാരൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ചട്ടക്കാരുണ്ടായിരുന്നു. അതിനെ കൊണ്ട് അവിടെ കൊക്കാത്തോട്ടിൽ പോയി അവിടെ പണിതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അടിച്ചു കഴുകൽ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്. അതായത് ആനയ്ക്ക് ചുമതലക്കാരനായിട്ട് അതിൻ്റെ ഒന്നാം പാപ്പാൻ മെയിൻ ആളെന്ന് പറഞ്ഞാൽ അതിന് പ്രമാണി എന്നാണെന്ന് പറയാം. അങ്ങേർക്ക് ചിലപ്പോൾ ആ കമ്പനിയിലത്തെ ചിലപ്പോൾ 3-4 ആനയുണ്ടെങ്കിൽ അതിനൊക്കെ ചുമതല ഉണ്ടാവും. പുള്ളിയാണ് പ്രമാണി. പിന്നെ ഇതിനെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ആനക്കാരനായിട്ടുള്ള ഒരാളുണ്ടാവും. അപ്പോൾ അതിന് കുളനട കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളാണ് പണിപ്പുകാരനായിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂപ്പിൽ പണിയെടുക്കുമ്പം മൂന്നാമത് പിന്നെ അടിച്ചു കഴുകൽ എന്ന് പറഞ്ഞ് ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ ഒരു അരിവെപ്പുകാരൻ്റെ വേക്കൻസി ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് അരിവെപ്പുകാരനായിട്ട് തന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ തെറി പറഞ്ഞു കുടിക്കും. ഞാൻ അരിവെക്കാരൻ പിന്നെ വല്ല ഹോട്ടലിലും പോയി നിന്നാൽ പോലെ ചോദിക്കും. ആനയെ വിട്ടുള്ളൊരു കളിയില്ല. അപ്പോൾ അടിച്ചു കഴുകൽ ഓക്കെ, പഠിക്കാമല്ലോ. എന്നാലും ഇടയ്ക്ക് നമുക്ക് കഴുകാൻ കൂടും. ഇടയ്ക്കൊരു മുട്ടുപണിക്ക് നമ്മളെ കയറ്റി വിടും. അതായത് നമ്മൾ 10 മണിക്ക് ചായ കൊണ്ട് ചെല്ലുന്ന സമയം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 2 കഷ്ണം കൂടി എടുത്ത് വെക്കണമായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് വാടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അമരത്തുകൂടി മേളിൽ കയറ്റും. മേളിൽ കയറ്റിയിട്ട് അവർ 2 കഷ്ണം എടുത്ത് വെക്കുന്നു പറഞ്ഞിട്ട് അവർ പോയി കഞ്ഞി കുടിക്കും. അപ്പം മേളിൽ നമ്മൾ കുഴപ്പമില്ലാത്ത ആനകളൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ അതിൻ്റെ വയം പോലെ പണിയും. പണിത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും കുഴപ്പമില്ലെന്നുണ്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം അവരോട് ഇരിക്കും, പണിതോളാൻ പറയും. അങ്ങനെ നമുക്ക് പണിയാനുള്ള അവസരങ്ങൾ തരും. ഇവന്റെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാട്ടിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇതിന് അടിച്ചു കഴുകലുകാരനായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇതിന് മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ആന തീറ്റ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കെട്ടും. തീറ്റ അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ കാട്ടിൽ വിടുക ചെയ്യുക. അപ്പോൾ കാട്ടിലോട്ട് സന്ധിക്ക് അങ്ങ് വിടും. പണി കഴിഞ്ഞ് വന്ന് ആനയെ കുളിപ്പിച്ച് ചോറും കൊടുത്തിട്ട് കാട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പോൾ അധികം ദൂരം പോകുന്ന ആനകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട കൂട്ടി വിടും. അപ്പോൾ അമരത്ത് വലിയ മെച്ചങ്ങല അമരത്ത് കൊളുത്തിയിട്ട് അതിൻ്റെ തുമ്പ് മടക്കി കൊളുത്തും. എന്നിട്ട് അത് വലിച്ചോണ്ട് പോകുന്ന ഒരു ഇഴവൽ ആ പാടുണ്ട്. ആ പാടിന് ഇഴവെന്ന് പറഞ്ഞാൽ ആ പാട് നോക്കിയിട്ടാണ് നമ്മൾ ആ അടയാളം നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ട് ഈ ആന എത്ര ദൂരം പോയാലും പോയി കണ്ടുപിടിക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ പോകും. ഒരു 8-8:30 ആകുമ്പോഴേക്ക് പണിക്ക് പോകത്തക്ക രീതിയിൽ ആന ചള്ളവാരി അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴുകി കൊടുക്കണം. ആ ചള്ളയൊന്ന് കഴുകി കളഞ്ഞിട്ട് കയറും കെട്ടി കഞ്ഞിയും കൊടുത്ത് അല്ല ചോറും കൊടുത്ത് നമ്മൾ കൊടുക്കണം. അടിച്ചു കഴുകലുകാരൻ അരിവെപ്പുകാരനൊക്കെ നമ്മളെ സഹായിക്കാൻ വരും. ഇത് ഈ ആനയ്ക്കും വളരെ ആരോഗ്യപരമായി വളരെ ആരോഗ്യപരമായിട്ട് അവർക്ക് എക്സർസൈസ് പോലെയാണ്. പിന്നെ രാത്രി നടന്ന കാട്ടിലെ മരുന്നുകളും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഈ രീതി ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ കാട്ടിലോട്ട് ആനയെ വിട്ടു. ഞാൻ കൊണ്ടുപോയി വിട്ടു പോന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആനയെ പിടിക്കാൻ പോന്നു. അപ്പോൾ ഇതിൻ്റെ ചട്ടക്കാരൻ നല്ലൊരു ആനക്കാരനാണ് കൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ ആനയെ കുളിപ്പിക്കുന്ന സമയത്ത് അതിനെ കുളിപ്പിക്കാൻ ഒഴിവ് ദിവസം നല്ലോണം കഴുകും. അപ്പോൾ കല്ലിനും ചകിരിക്കും ഒക്കെ കഴുകും. കല്ലിനൊരു പിടുത്തങ്ങ് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചകിരിക്ക് കഴുകും. ഒരു 40-45 വയസ്സുള്ള ഒരു ആനയാണ്. അപ്പോൾ അത് നന്നായിട്ട് പണിയുന്ന ആനയാണ്. അപ്പോൾ അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉഴിച്ചിൽ നടത്തുന്ന പോലെയാണ്. അപ്പോൾ ആഴ്ചയിലെ 2 മുടക്ക ദിവസം നല്ല കഴുകും. അപ്പോൾ എനിക്ക് അങ്ങനെ കഴുകുമ്പോൾ നമുക്കൊരു മടി. അപ്പോൾ എന്താണ് മടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ മടിയാണെന്ന് പറഞ്ഞ് ഭയങ്കര മടി കഴുകാൻ. അപ്പോൾ പറഞ്ഞു അതിനൊരു മന്ത്രം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. മടി ഒരിക്കലും ഉണ്ടാവില്ല. മന്ത്രം പഠിക്കാൻ ഭയങ്കര താല്പര്യം. പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അത് പുള്ളി ചകിരി എടുത്ത് കയ്യിലോട്ട് വന്നു, കല്ലെടുത്ത് കയ്യിലോട്ട് വന്നു, കഴുകാൻ തുടങ്ങിക്കൊന്ന് പറഞ്ഞു. കഴുകാൻ തുടങ്ങി. കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രം നീ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മനസ്സിൽ ചൊല്ലിയാൽ മതി, ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ മന്ത്രം പറഞ്ഞോളാം പറഞ്ഞു. നോക്കുമ്പോൾ മടി തോന്നരുത്, മടി തോന്നരുത്, മടി തോന്നരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്. മടി തോന്നരുത് എന്ന് പറയുന്ന ആൾക്ക് പിന്നെ മടി തോന്നുമോ? ഇല്ല. അപ്പോൾ മടി തോന്നരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പണി മൊത്തം ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് തേക്കും. ഇടയ്ക്ക് ഉറക്കെ പറയും,
അങ്ങനെ തേക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എടാ ആനയെ കാട്ടിൽ പോയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഇഴവിൽ ആന തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കയറി ചെല്ലരുത്. ആന എന്തെങ്കിലും ശത്രുക്കളെ ഭയന്നിട്ടായിരിക്കും ആന തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മളെ ഓടിക്കാൻ നിൽക്കുകയായിരിക്കും, അതല്ലെങ്കിൽ പുറകിൽ വേറെ വല്ല ആനകളോ മറ്റു മൃഗങ്ങളോ എന്തെങ്കിലും വന്നിട്ട് ആന സംശയത്തിൽ നിൽക്കുക. നമ്മൾ പെട്ടെന്ന് നമുക്ക് ചട്ടമുള്ള ആനയല്ലേ, ഇന്നലെ കൊണ്ടുവിട്ട ആനയല്ലേ, നമ്മളിത് ദിവസം ചെയ്യണമല്ലെന്ന് വിചാരിച്ചിട്ട് ഓടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ആന ഓടിച്ച് പിന്നാലെ കൂടും, കൈ കിട്ടിയ ആന തീർക്കുകയും ചെയ്യും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോളം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൻ്റെ ആ അഹങ്കാരം കൊണ്ട് ഞാൻ വിട്ട ആന രാവിലെ ഇടവിച്ച് തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാനൊരു വലിയ തടി മറിഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ മുകളിൽ കൂടി അപ്പുറത്ത് കടന്നു. ഞാൻ ചെന്നു. ഞാൻ അടുക്കലെത്താറായപ്പോൾ ആനയെ വിളിച്ചത്. ആന എന്തോ ശ്രദ്ധിച്ച് നിൽക്കുക. ആന എന്നെ കണ്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അടുത്തെത്തിയപ്പോൾ ആണ് ഞാൻ ആനയെ വിളിച്ചോട് കൂടിയിട്ടാണ് ആന പെട്ടെന്ന് തന്നെ ഓടിച്ചു. ആന ഞെട്ടുകയും പെട്ടെന്ന് ആന ഓടിച്ചൊരു വരവും കൂടിയാണ്. ഞാൻ ഈ മറിഞ്ഞു കൊണ്ട് കിടക്കാൻ തടിയുടെ മുകളിൽ കൂടി എടുത്ത് ചാടിയിട്ട് ഞാൻ ഓടി. ആ തടിക്ക് വന്നിട്ടാണ് നീക്കി. അപ്പോഴത്തേക്കും ഞാൻ തടിയുടെ ഒരു അറ്റത്ത് കൂടി ചാടി. ആന ഇതിൻ്റെ ഇറമ്പിയൊക്കെ ഒരു വെള്ളം ഒഴുകിയ ചാലാണ്, അതിൻ്റെ അപ്പുറത്ത് തോടന്ന്. അതിലേക്ക് ആന ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി വന്നിട്ട് ആൻ്റെ പുറത്തോട്ട് ചാടി കയറി. മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് സെറ്റായി. അവിടെ നിന്നൊരു 4 തോട്ടിക്കൊക്കെ 4 കൊത്തിക്കലൊക്കെ കൊത്തിച്ച് ആന വെള്ളത്തിൽ കൊണ്ടുപോയി. അവിടെ കഴുകിയില്ല ഞാൻ. ആന നേരെ വിട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് ചട്ടക്കാർ നിൽക്കുന്നിടത്തേക്ക് ഷെഡിൻ്റെ അവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇടവ് തിരിഞ്ഞു നിന്നിട്ട് കയറി ചെന്നാണെന്ന് ഞാൻ പറയാൻ പോയില്ല, ചീത്ത വിളിക്കും. അപ്പോൾ ആന എന്നെ ഓടിച്ചു. ഞാൻ ഇങ്ങനെ പിടിച്ച് ആന കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പണിയിപ്പുകാരൻ വന്നു. പണിയിപ്പുകാരൻ കൃഷ്ണകുണിച്ചാരൻ ഇറങ്ങി വന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ആയിട്ട് പിടിക്കടാ പറഞ്ഞ ആനെ കൊണ്ടുവന്ന് എൻ്റെ കാലനക്കി എൻ്റെ കാലിൽ തന്നെ ആന ഇരുന്നും ഇങ്ങോട്ട് കിടത്തി ചടപടേന്ന് ഞങ്ങളെല്ലാവരും കൂടി കഴുകി. അപ്പം തന്നെ എന്നോട് പറഞ്ഞു, നീ കയറിക്കോ, പണിക്ക് കയറിക്കോളാൻ പറഞ്ഞു. അന്ന് ഫുള്ളായിട്ട് എന്നെ പണി കയറ്റി. അങ്ങനെ അവനായിട്ടുള്ള ഒരു ചെറിയൊരു പിണക്ക അങ്ങ് മാറ്റിയെടുത്തു. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആനയൊന്ന് ഓടിച്ചു വെച്ചിട്ട് കൊണ്ടുപോയിട്ട് മരത്തെ കെട്ടിയിട്ടിട്ട് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇടിക്കുക, അങ്ങനെയുള്ള സമ്പ്രദായമൊന്നും ഇല്ല. തെറ്റിനാണെങ്കിൽ ബോധ്യമാവാൻ വേണ്ടിയിട്ട് ഒരു 4 അടി ചട്ടക്കാരനൊന്ന് തുടങ്ങി വെച്ച് തരും, കൊടുക്കടായിട്ട് 2 എണ്ണം അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ബഹളവും വെക്കലാണ് മെയിൻ. പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ കൂട്ടത്തിൽ ഒരു 3-4 അടിയും കൊടുക്കും. ആനയ്ക്കും മനസ്സിലാവും അത് എന്തിനാണ് തല്ലിയെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല, അതിനുശേഷം അപ്പൊ തന്നെ നമ്മള് പണി കണ്ടിന്യൂ ചെയ്യുക. ആ പണിയിൽ നമുക്ക് നല്ലോണം അമർന്ന് കിട്ടുവാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് കാരണങ്ങൾ കിട്ടും. കാലിനാന മരം ഒഴിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് കുഴകാലിനൊക്കെ ആന വരാണ്ടാകുമ്പോഴൊക്കെ ഇറക്കി അടിക്കാൻ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആനയ്ക്ക് കേട് വരുന്ന ഒരു ഭാഗത്തും തല്ലാൻ പാടില്ല. തല്ലിയ വടിക്കമ്പ് കൊണ്ട് തന്നെ നമ്മളെ തല്ലും ചട്ടക്കാര്. വടിക്കമ്പ് തിരിച്ചു പിടിച്ച് തല്ലും. ചില ചട്ടക്കാര് വടിക്കമ്പിന്റെ കടഭാഗം കൊണ്ട് തന്നെ തല്ലും, പറഞ്ഞു വിടുകയും ചെയ്യും. പിന്നെ ആനയെ നിർത്തുകയല്ല. കൊച്ചു കുട്ടികളെ പോലൊക്കെയാണല്ലേ, നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ശകാരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് മടക്കി കൊണ്ടുവരിക അല്ലേ? അതെ. അതാണ് അതിന്റെ ഒരു അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ ശിക്ഷിക്കുകയല്ല. വലിയ ശിക്ഷയായിട്ട് അതിനെ നമ്മൾ ചെയ്യില്ല. അതെ. അപ്പൊ ഇവനിൽ ഏകദേശം എത്ര നാളുണ്ടായിരുന്നു? അതൊരു 1-1.5 മാസത്തോളമൊക്കെ. അവിടെ പണി കഴിയാറായ സമയത്തായിരുന്നു. ഒരു വലിയ ആനകളോട് പണിത് തരുന്നു. അപ്പോൾ ഒരു മുട്ടുപണി, കുറച്ച് ദിവസത്തെ പണിയുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് എന്നെ കണ്ടതും എന്നെ വിളിച്ച് കൊണ്ടുപോയതും ഒക്കെ. അപ്പോൾ അന്നൊക്കെ 2 മാസം 1 മാസമൊക്കെ ഒരു ആനയ്ക്ക് നിൽക്കുള്ളൂ. കാരണം 1 മാസമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശമ്പളം ചോദിക്കുമ്പോൾ പിന്നെ അവർ ശമ്പളം തരത്തില്ല. ഇത്ര നാളത്തെ ചെലവ് നടത്തിയത് ആരാ, ഇതാണ് ചോദ്യങ്ങൾ വരും. അപ്പോൾ നല്ല നൈസായിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ആറന്മുളയ്ക്ക് പോയി. അപ്പം അവിടെയാണ് നമ്മുടെ കഥയിലെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. അതായത് ദേവസ്വ ആനകളുമായിട്ട്, അത് മാത്രമല്ല കോട്ടയം, ചങ്ങനാശ്ശേരി, ഇളങ്കാലെ ഇത്തിത്താനം ആറന്മുള മോഹൻദാസായി മാറുന്ന ഒരു അവിടെ വെച്ചാണ്. അതെ. ആ ഒരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഈ പേര് ഇന്നും എന്നെ ഇത്തിത്താനം മോഹൻദാസ് എന്നല്ല, ആറന്മുള മോഹൻദാസ്. അതെ. അവിടെ ആദ്യമായിട്ട് അവിടെ ആദ്യം ഞാൻ മോഹനാന പോകുന്നത് കണ്ടിട്ട്, മോഹനാന ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അമ്പലത്തിലൊക്കെ എല്ലാ വർഷവും വരാറുള്ളതാണ്. അപ്പോൾ പലതവണ ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്. ഈ ആനക്കാരനെ എനിക്ക് ഓർമ്മയുണ്ട്, കമലാസൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മോഹനാന വഴിയടിച്ച് പോകുന്നത് കണ്ടു. അതിൻ്റെ പുറകെ ചെന്നു. അപ്പോൾ സംസാരിച്ച് അതുമെന്ന് ഒഴിവായി വന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോരുന്നോന്ന് ചോദിച്ചു. പോന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി ആൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി എന്നോട് കയറിക്കോളാൻ പറഞ്ഞു, കമലാസൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ആ പോക്കങ്ങ് പോയി. പിന്നെ ആനയും കൊണ്ട് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അതിനെയും കൊണ്ട് ആലപ്പുഴയ്ക്ക് പരിപാടിക്ക് പോകാനായിട്ട് ഉള്ള ആറന്മുള വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവരെവിടെ പരിപാടി കഴിഞ്ഞിട്ട് വരികയായിരുന്നു. പിന്നെ ആറന്മുള വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആന ആലപ്പുഴയ്ക്ക് പരിപാടിക്ക് പോവുക. ആ പോക്കിലാണ് ഞാൻ
ആദ്യമായിട്ട് കടൽ കാണുന്നത്. കടൽ മോഹനാൻ്റെ പുറത്തിരുന്നിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ പാലത്തിൻ്റെ അവിടെ മേളിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് അഴിമുഖം കടൽ കാണുന്നത്. പുറക്കാട് ചെന്നപ്പോൾ ആനയെ നിർത്തി. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുക എന്ന് പറഞ്ഞപ്പോൾ പുറക്കാട് കടലിൻ്റെ തീരത്ത് കൂടിയാണ് റോഡ്. അവിടെ ആനയെ നിർത്തി എന്നെ ഇറക്കി. ഞാൻ പോയി കടലിൽ പോയിട്ട് ആ വെള്ളത്തിലൊക്കെ തൊട്ടിട്ട് ഓടി വന്നു. ശരി ശരി. എത്ര നാളുണ്ടായിരുന്നു അവൻ്റെ കൂടെ? മോഹനാൻ്റെ കൂടെ ഒരു 2 മാസം 3 മാസമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഈ പാർത്ഥസാരഥി ആനക്കുട്ടി അവിടെ ഉണ്ടെന്ന്. ചെറിയൊരു കുട്ടിയാനെ. അപ്പം അച്ചമ്പള ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കോന്നിക്കാരൻ. ആന നടയിരുത്തുമ്പോൾ അതിനോടൊപ്പം വന്ന ആളാണ്. അപ്പോൾ പുള്ളി അതിനെ ഇങ്ങനെ ചെവിയെ പിടിച്ച് ആട്ടുംകുട്ടിയെ കൊണ്ടുനടക്കണം. അതിനിങ്ങനെ കൊണ്ടുനടക്കുന്നു. പുള്ളിയെ അല്ലാണ്ട് വേറെ ഒരാളും അതിനെ തൊടാതെ സമ്മതിക്കുക. തിരിഞ്ഞ് ഓടി ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കൊമ്പൊക്കെ മുളച്ച് ഇത്രശം കൊമ്പൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് കയറി ഇരുന്ന് പഠിപ്പിക്കണം. ആനയ്ക്ക് കാലനക്കൊക്കെ പഠിപ്പിക്കണം. പമ്പരാനക്കുട്ടിയല്ലേ, അമ്പലത്തിലെ ആനയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമലാസനും ഞങ്ങളൊക്കെ കൂടിയിട്ട് ആറ്റി കഴുകുന്ന നേരത്ത് പറഞ്ഞു, എടാ കുറച്ച് ദിവസം നീ ഇതിൻ്റെ കൂടെ വാ, ഇതിനെ ഒന്ന് എടുക്കണം. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് കമലാസനം പറഞ്ഞു. അപ്പോൾ ഇതുമേൽ എപ്പോഴും 2-3 പിള്ളേരുണ്ടാവും. ഒരു ട്രെയിനിങ് പോലാണ്. പുള്ളി കാണിച്ചാൽ മനസ്സറിഞ്ഞെല്ലാം പറഞ്ഞു തരും. കമലാസനം നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഒരുപാട് അറിവുകൾ ഈ ഒരു അവസരത്തിൽ എനിക്കൊരു പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്നെയാണ്. കരുനാഗപ്പള്ളി ആദിനാട് ശക്തി, അവിടെയാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആനയുടെ കൂടെ നിന്ന് അങ്ങനെ പാർത്ഥസാരഥി ആനയ്ക്ക് ചെന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടുത്തെ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് പരപ്പുഴ കടവെന്ന് പറയും. ആന കുളിപ്പിക്കാനൊക്കെ സൗകര്യമുള്ളൊരു കടവാണ്. ആ കടവിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഞാൻ ആ ആനക്കുട്ടിയുടെ പുറത്ത് ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ആനക്കുട്ടിയുടെ പുറത്ത് അമ്പലത്തിൽ വെച്ചിട്ട് ഈ അച്ചമ്പള ചേട്ടനൊന്ന് കയറി. പുള്ളിയെ കയറി ഉടനെ ആന പേടിച്ചിട്ട് ആഫീസിൻ്റെ ഉള്ളിൽ കൂടി കയറി ഒരു 3-4 മുറി കൂടിയൊക്കെ കയറി ഇറങ്ങി വെളിയിൽ ചാടി. അപ്പോഴേക്ക് പുള്ളി കെട്ടി പറഞ്ഞ് വീണ് പരിക്കൊക്കെ പറ്റി. ആനക്കുട്ടി ഓടിപ്പോയി. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് പുള്ളി താമസിച്ചിരുന്നത്. ആന ഓടി ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന ഇഡ്ഡലി അത് ഇതൊക്കെ കൊടുക്കുന്ന പിന്നെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ ഹരി എന്ന് പറഞ്ഞൊരു മകനുണ്ടായിരുന്നു. ചെറിയ കുട്ടി, അന്ന് 8-ലും 9-ലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് അവൻ. അങ്ങനെ അവർ വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ വിളിച്ചു. അതിനിപ്പോൾ ഈ പോണ വഴിക്ക് ആന ഒരു കയ്യാലെന്ന് എടുത്ത് ചാടി അങ്ങനെയൊക്കെ ഓടിയത്. അന്ന് മാടപ്പള്ളിക്കാരൻ ഒരു രാജപ്പൻ എന്ന് പറഞ്ഞ ഒരുത്തം കൂടെ ഉണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് കയറിക്കുക, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനവിടെ ഉണ്ടായിരുന്നു. ചേട്ടനെ കൊണ്ട് ആന പോയി. ചേട്ടനെ കൊണ്ട് പിന്നെ എല്ലാവരും ആശുപത്രിയിലേക്കും പോയി. ആന ഓടിപ്പോയി. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നു. അവർ അതിനെ പിടിച്ചു കെട്ടി. അവർ വിളിച്ചപ്പോൾ ആന വന്നു. ഒരു മുറ്റത്തുള്ള ഒരു കഴുകുമ്പോൾ പിടിച്ചു പോയി. ചങ്ങല ചെറുക്കാൻ കൊളുത്തി അവിടെ കെട്ടിയിട്ടു. പിന്നെ പുള്ളി ആശുപത്രിയിൽ ചെന്നിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയെ കൊണ്ടുവന്നിട്ട് പിന്നെ പുള്ളി വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. വിളിച്ചുകൊണ്ട് പോയി കെട്ടി. അതിൻ്റെ ശേഷം അതിൻ്റെ പുറത്ത് കയറാൻ പേടിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പറ്റിയ ഒരാളെ കിട്ടിയെങ്കിലേ കയറ്റാൻ പറ്റുള്ളൂ. ആന കുടഞ്ഞാലും വീഴരുത്, അള്ളി പിടിച്ചിരിക്കണം. അഥവാ വീണാലും ഒരു ബാലൻസ് ഉള്ള ഒരാളായിരിക്കണം. അതിന് മനസ്സുള്ള ആളുമായിരിക്കണം, ചെറുപ്പമായിരിക്കണം. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് എന്നെ കിട്ടിയപ്പം പുള്ളി, ഞാൻ ഈ ആനയ്ക്ക് വന്നപ്പോൾ മുതലേ നോട്ടം വിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ആനയെ കുളിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുമേലൊരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ പരപ്പുഴ കടവിൽ നിന്ന് ആനയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് മിക്കവാറും ആനപ്പുറത്ത് കയറുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ആന കുടയുകയാണെങ്കിലും നമ്മൾ തെറിച്ച് വീണാലും വെള്ളത്തിലേക്കേ വീഴുള്ളൂ. നമുക്ക് വലിയ പരുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് അവിടെയാണ്. പിന്നെ വെള്ളത്തിൽ കയറുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ നമ്മൾ കിടത്തി അവിടെ കുളിപ്പിക്കും. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആനയുമൊക്കെ ആയിട്ടൊന്ന് സിങ്കാവും. എന്നിട്ട് ആന നായിരിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ കഴുകുന്ന കൂട്ടത്തിൽ അമരത്തിൽ ചവിട്ടി മെല്ലെ പുറത്ത് കയറി കഴുകി ഒന്നും അറിയാത്ത പോലെ കഴുകിയിട്ട് വല്ല ശർക്കരയോ മുട്ടായിയോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഉണയാനൊക്കെ കൊടുത്ത് അതിനിടയ്ക്ക് നമ്മളൊന്ന് ഇളകുകയോ അനങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കുടഞ്ഞുകളയും. അപ്പൊ അങ്ങനെ കുറേശ്ശെ കുടയാനുള്ള അവസരമൊന്നും കൊടുക്കാതാണ് പേടി മാറ്റിയെടുക്കുക. അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് കയറിയിരുന്ന് അങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് വലിയ കുടച്ചിൽ കുടഞ്ഞില്ല, ഇങ്ങനെ വിറച്ച് കൊമ്പ് കുത്താൻ പോയി. അപ്പോൾ അങ്ങനെ ഇതിനെ മേളിലിരുന്ന് കുറേശ്ശെയൊക്കെ പഠിപ്പിച്ചെടുത്തു. അവിടുന്ന് കഴിയുമ്പോൾ നടപൊക്കാനും ഒക്കെ നമ്മളവിടെ എല്ലാം മിക്കവാറുള്ള എല്ലാം ഈ കുളിപ്പിക്കലിനിടയിൽ ഒരു 2-3 മണിക്കൂർ സമയം കിട്ടും. ആ സമയം കൊണ്ട് ഓരോന്നൊക്കെ നമ്മൾ പരിശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ പുറത്ത് കയറി അങ്ങനെ ആനയും കൊണ്ട് അമ്പലത്തിൽ വരും, ഒരു പ്രദർശനം വയ്ക്കും. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും, ഒരാഴ്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കാലനക്കാൻ തുടങ്ങി. അതുവരെ നമ്മളൊരാളായിട്ട് പ്രതിമ പോലെ ഇരിക്കും എന്നുള്ളത്, ആനയ്ക്ക് ആ ഒരു ഇക്കിളി മാറാൻ. അത് കഴിഞ്ഞ് കാലനക്കി തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോട്ടിയും മടിയും കൈ തരും. അപ്പോൾ അത് ആ കൂട്ടി മുട്ടുമ്പോഴൊക്കെ ആന പെട്ടെന്ന് ഞെട്ടുകയും ഒക്കെ ചെയ്യും. പുള്ളി ഒപ്പം കയറി പിടിക്കും. ആന പിടിച്ച് കൊണ്ട് നടക്കും.
ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ കൊണ്ട് നടന്ന് പേടി മാറ്റി. അങ്ങനെ ആയി. പിന്നെ ഞാൻ വടിയൊക്കെ അനക്കും, വടിയൊക്കെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ നടയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഓങ്ങി കാണിക്കും. തിരിച്ചു വരുമ്പം തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ആ തീറ്റ കടിച്ചു വലിച്ച് കൊണ്ടുവരും. അതിൻ്റെ കൊമ്പ് ഒരു ഇത്ര നീളം ആവുന്നും വരെ അതിൻ്റെ കൊമ്പത്ത് തീറ്റ എടുപ്പിക്കില്ല, കൊമ്പ് താന്നു പോകുന്ന നാശമായി പോകുന്നത്. അപ്പോൾ അതിനെ പിടിയാനുള്ള മോഴാനുള്ള എടുക്കുന്നവർ കടിയെ കെട്ടിയിട്ട് കടിച്ചിട്ടാണ് വലിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ കൊണ്ട് എടുപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പരപ്പരക്കടവിൽ നിന്ന് കയറി ആ വരുന്ന വഴി തന്നെ ഒരു ഇടത്തേക്ക് കയറിപ്പോയിട്ടാണ് ഞാൻ കിട്ടുന്ന സ്ഥലം. അപ്പോൾ പുള്ളി മെല്ലെ അങ്ങോട്ടും കയറിപ്പോവും. പോണതിനിടയിൽ പുള്ളി ആന കാണാണ്ടങ്ങ് മാറും. ആന കുറച്ചങ്ങോട്ട് ചെന്ന് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കണ്ടില്ല വെച്ചാൽ ഒന്ന് ഞെളിയാനൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കാലൊന്ന് ബലമായിട്ട് അനക്കി വടിയൊന്നും എടുത്ത് കഴിയുമ്പോൾ അങ്ങ് നടക്കും. അങ്ങനെ ആക്കിയെടുത്തു ഞങ്ങൾ. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ പോയി ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് അവിടെ 1-2 കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്നെല്ലാം പഴമൊക്കെ കൊടുക്കും. അവിടെ നിന്ന് വരുന്ന വഴിക്ക് തീറ്റ എടുത്തിട്ട് തിരിച്ചു വന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി അവിടെ നാളികേരമൊക്കെ പൊട്ടിച്ച് പുളി വെച്ചിട്ടുണ്ടാവും ശർക്കരയൊക്കെ ആയിട്ട്. തിരിച്ചു വന്നു കഴിയുമ്പോൾ ശർക്കരയും ഇതെല്ലാം കൊടുക്കും. അപ്പോൾ അതൊക്കെ അതിന് നല്ല സന്തോഷമാണ്. അതിൻ്റെ മനസ്സിനകത്ത് പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഫ്രീ ആണ്. അതെ. അങ്ങനെ അതിനെ പഠിപ്പിച്ചാണ് ഞങ്ങൾ മോഹനാനയുടെ ഒപ്പമാണ് എപ്പോഴും തീറ്റയ്ക്ക് പോവുക. അത് ശരി. ഈ ആനക്കുട്ടി എപ്പോഴും അതിൻ്റെ കൂടെ കൊണ്ടുപോകും. മോഹൻ ഒരു അനിയനെ കൊണ്ട് നടക്കുന്ന മാതിരി. അതെ, ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ അതൊരു തെങ്ങിൻ്റെ മണ്ടയൊക്കെ മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മോഹനാനെ അത് കുത്തി പൊളിച്ച് ഇടും. അതുവരെ അത് പൊളിച്ചു വരുന്ന വരെ ഇത് നോക്കി നിൽക്കും. അത് പൊളിച്ചു കഴിഞ്ഞാൽ ഓടി പോയിട്ട് കൈയിട്ട് വരും. അതിൻ്റെ ചങ്കും നല്ല സാധനം. അതായത് ഇതൊക്കെ തിന്ന് ശീലമായി കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലാവും അത് പൊളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന്. അത് ഓടിപ്പോയിട്ട് വെക്കും. അപ്പോൾ ഇതത് എടുക്കാതിരിക്കാൻ അതിനിടയിലോട്ട് അടിയിൽ തടച്ചോട്ടി കയറിയിട്ട് മുതുകൊണ്ടൊക്കെ പൊന്തിക്കും. അത്ര പൊക്കം ആയിട്ടുള്ളൂ. പിന്നെ കുത്തുകയൊക്കെ ചെയ്യും. ചെറുതായിട്ട് കളിച്ച് ഒരു ഒറ്റ കുത്തു കൊടുക്കും. അപ്പൊ മോഹനാനെ തട്ടിയങ്ങ് മാറ്റും. എന്നാലും ഉപദ്രവിക്കൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണ്. മോഹനാനെ ഒരു സാത്വികനായിട്ടുള്ളൊരു ആനയാണ്. അതൊരുപാട് വർഷം അവിടെ ജീവിച്ചു. കുഞ്ഞായിരിക്കുമ്പോൾ അത് വന്നതാ. അതിൻ്റെ കൂടെ ഒരുപാട് ആനക്കാർ അതിൻ്റെ കൂടെ നിന്ന് പണി പഠിച്ചു പോയി. അതിനെ ചട്ടക്കാരൻ തിരുവനന്തപുരത്തുകാരൻ ഒരു വാസമുള്ള ചേട്ടൻ, നല്ലൊരു മനുഷ്യൻ, പാവം മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത് കമലാസണ്ണൻ, നല്ലൊരു തൊഴിൽക്കാരൻ. കൂടെ നിൽക്കുന്നവർക്ക് നല്ലോണം പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും മനസ്സുള്ള ഒരാൾ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്നത് തന്നെ ഒരു ഭാഗ്യം. നമുക്ക് പലതും പഠിക്കാനും ഒക്കെ. മോഹനാൻ്റെ കൂടെ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി, പന്മന. അവിടെ വെച്ചൊരു ആനക്കാരനെ കുത്തുന്ന സമയം ഞാൻ മോഹനാൻ്റെ പുറത്തിരിക്കാൻ തോട്ടി ഇടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തോട്ടി അങ്ങ് ഇട്ട് കൊടുത്തു. പുള്ളി ആന അടിച്ചിട്ട് വഴിക്ക് തന്നെ തോട്ടി ഇടാന്ന് പറഞ്ഞു. തോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പുള്ളി ആ തോട്ടി നിലത്ത് വീഴുന്നതിന് മുമ്പ് ചാടി പിടിച്ച് ഓടിച്ചെന്നു. അതിലെ കുത്തുമ്പോഴേക്ക് പുറകിൽ ഓടിച്ചെന്ന് ആന തോട്ടിക്ക് വെട്ടിയെടുത്തു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. ഞാനും പോയിട്ട് പുറകിൽ പോയിട്ടൊരു 4 അതിനിട്ട് കൊടുത്തു. എന്നിട്ട് ആ ആനയെ അവിടെ കൊണ്ടു കൊടുത്തു. അത് തൃക്കടവൂർ ശിവരാജുവിന് മുൻപ് ശിവൻകുട്ടി എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു, ഒരു ഒറ്റക്കൊമ്പനാന. ആ ആനയായിരുന്നു. അപ്പോൾ എനിക്കതൊരു പാഠമായിരുന്നു. ഒരാളെ ചെയ്യുമ്പോൾ അതിനെ പോലെ അപ്പം നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ആ ആളെ കൊല്ലുക. നമ്മുടെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലേ? അപ്പം കമലാസേട്ടൻ അത് പറഞ്ഞു. അപ്പം ആ ഗുരുമുഖത്ത് നിന്ന് തന്നെ ഒരു പ്രാക്ടിക്കൽ ഇതാണ് നടക്കുന്നത്. അല്ലെ പറഞ്ഞു പഠിപ്പിക്കുകയല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല, അത് സന്ദർഭോചിതമായിട്ട് നമ്മൾ ചെയ്യാൻ. അതാണ് എന്നോട് പറയും തക്കം തായം വെക്കം വേഗം. അതൊരു ചൊല്ലാണ്. അത് നമ്മൾ ഈ തക്കത്തിനും തായത്തിനും അനുസരിച്ച് ഇത് കണ്ടറിഞ്ഞ് പെട്ടെന്ന് ചെയ്യണം. അതാണ് ആനപ്പണി. അതുപോലെ നേരം നോക്കണം, നില നോക്കണം, എന്നെ നോക്കണം, നിന്നെ നോക്കണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അടി അടിക്കുകയാണ്. അടിക്കേണ്ട ആ നേരം അടിക്കേണ്ട സമയമാണോ എന്ന് നോക്കണം. അടിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആൾ നിൽക്കുന്നിടത്ത് അത് അടിക്കാൻ കൊള്ളില്ല. അത് അടിക്കേണ്ട നേരമല്ലത്. ആന ഒരു തെറ്റ് ചെയ്താലും അവിടെ നമ്മൾ തല്ലരുത്. അവിടെ നമ്മൾ ചെയ്യരുത്. മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അതിനെ ഉപദ്രവിച്ചിട്ട് ചീത്തപ്പേരുണ്ടാക്കരുത്. അപ്പോൾ ആ നേരം നമ്മൾ നോക്കണം. നമ്മുടെ നില നോക്കണം. ആ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ നിലപാട്, നമ്മുടെ നില എന്താണെന്ന് നോക്കണം. അത് നോക്കണം. എന്നെ നോക്കണം, എൻ്റെ സുരക്ഷ നോക്കണം, നിന്നെ നോക്കണം. ഇപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടിക്കുമ്പം ചിലപ്പോൾ വടി നിങ്ങളുടെ മുഖത്തായിരിക്കും കൊള്ളുക. അപ്പോൾ അപ്പുറം എല്ലാം കാണും. ആനക്കാരന് 6 കണ്ണ് വേണമെന്നാ. 6 കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 കണ്ണേ ഉള്ളൂ. പക്ഷെ 6 ഭാഗവും കണ്ണുണ്ടായിരിക്കണം. അതായത് മേളിലും താഴെയും മുന്നിലും പുറകിലും ഇടത്തും വലത്തും ഒരേപോലെ. അത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും ഉണ്ടാകും ഒരു ഓറ, ഒരു വലയം. ആ വലയത്തിനകത്ത് നമുക്ക് 6th സെൻസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു സെൻസ് വർക്ക് ചെയ്യും. അതായത് ഒരു അപകടം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുന്നേ നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം. അത്
ചെറുപ്പം മുതലേ ഈ പറയെടുപ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയത് ഈ ആനയ്ക്കും ആനക്കാർക്കൊക്കെ പഠിക്കുന്ന ആനക്കാർക്കൊക്കെ അത് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കൊരു പറയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയും കൊണ്ട് പറയെടുപ്പിച്ച് ഈ കുട്ടിയാനകളൊക്കെ പറയെടുപ്പിന് വിടും. അപ്പോൾ അതെന്തിനാ വലിയ ആനയായ കൊള്ളില്ലേ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അപ്പോൾ വലിയ ആനയാകുമ്പം ഈ ഊടുവഴി കൂടി ഒന്നും പോകാൻ പറ്റത്തില്ല. കുട്ടിയാനകളാകുമ്പോൾ അവരത് പഠിക്കുക. പിന്നെ ഈ ആനയെ കൊണ്ടു നടക്കുന്ന പിള്ളേരുണ്ടാവും, അവരും അത് പഠിക്കും. അതിൻ്റെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊമ്പ് പിടിച്ച് നമ്മൾ ഈ ഇടവഴി കൂടെ കൊണ്ട് മരത്തിനടിയിൽ കൂടി ലൈൻ കമ്പി ഉണ്ടാവും അടിയിൽ കൂടി ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ മേളിലും ചുവട്ടിലും ഇടത്തും വലത്തും മുന്നിലും പുറകിലും ഒക്കെ ഉള്ളതെല്ലാം നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കും. ആനയ്ക്കും അത് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയാണ് ഈ പറയെടുപ്പിലൂടെയാണ് നമ്മൾ ഈ 6 ഭാഗവും ഒരേപോലെ കണ്ണെത്തിക്കാൻ ഒരു സർവിലൻസ് ക്യാമറ മാതിരിയാണല്ലേ നമ്മുടെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ. എന്ന് വെച്ചാൽ നമ്മൾ വട്ടം കറങ്ങി നോക്കി നടക്കുകയല്ല. നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഈ 6 ഭാഗത്തും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവും. നമ്മൾ മുമ്പേ നടക്കുവാണെങ്കിലും ശ്രദ്ധ പുറകിലായിരിക്കണം. ഒരു സ്റ്റെപ്പ് തെറ്റിയത് നമ്മൾ അറിയണം. ആന കാലെടുത്ത് വെക്കുന്നതിൻ്റെ ആ സൗണ്ട് ഉണ്ടല്ലോ, ആ താളം തെറ്റിയാൽ നമ്മളത് തിരിച്ചറിയണം. ചിലപ്പോൾ അത് മുന്നോട്ടൊരു കുതിപ്പായിരിക്കും നമ്മളെ പിടിക്കാൻ, അല്ലെങ്കിൽ തിരിഞ്ഞോടാനുള്ളതായിരിക്കും. ആ ചലനം പോലും നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയ്ക്കും ശ്രദ്ധാലുവായിരിക്കണം ആനക്കാരൻ. അപ്പം ഇതെല്ലാം അങ്ങനെയാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിപ്പം നമ്മൾ പാർത്ഥനും മോഹനുമായിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പാർത്ഥന ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടുന്ന് മോഹനാനിക്ക് തന്നെ വീണ്ടും പാർത്ഥന് വേറെ ഒരു പയ്യൻ വന്നു. ചെങ്ങന്നൂർ ഉത്സവം തുടങ്ങി. അപ്പോൾ ഞാൻ മോഹനാൻ്റെ കൂടെ വീണ്ടും വന്നു. അതുമേലുണ്ടായിരുന്ന പയ്യൻ പോയപ്പോൾ അതിന് ഒന്നാമനുണ്ട് അയാളുടെ കൂട്ടത്തില്. ഒന്നാം പാപ്പാനുണ്ട്. പുള്ളി വരുമൊന്നുമില്ല. അവിടെ ഒന്നാം പാപ്പന്മാരും വരത്തില്ല. ഈ കുട്ടിയാനോട് ഒന്നാമൻ എപ്പോഴും വരും. കാരണം ഇത് വേറൊരാൾക്കും സെറ്റ് ആവാത്തതുകൊണ്ട് പുള്ളി എപ്പോഴും ഉണ്ടാവുമെങ്കിലും മോഹനാനിക്കും രഘുവിനും ഒക്കെ ഒന്നാമന്മാർ തന്നെയാണ്. രഘുനാഥിനും ഒറ്റച്ചട്ടമാണ്, അതിനും ഒന്നാമൻ. ഈ മോഹനാന 2 പേർക്കാണ് സൂട്ടാണ്. അതിൽ കമലാസനാണ് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചെങ്ങന്നൂർ അമ്പലത്തിൽ 28 ദിവസം ഉത്സവമാണ്. അപ്പം മോഹൻലാലിക്ക് പ്രോഗ്രാം ഉണ്ട്. ആന പോകാൻ സമയമായപ്പോഴേക്കും അതിൻ്റെ കൂടെ ആളില്ല, കമലാസനം മാത്രമേ ഉള്ളൂ. ചട്ടക്കാരും വരത്തില്ല. അതിൻ്റെ ചട്ടക്കാരൻ വാസുള്ള ചേട്ടനുണ്ട്. പുള്ളി അങ്ങനെ വരാറൊന്നുമില്ല. നമ്മൾ പിള്ളേരുടെ സെറ്റൊക്കെയാണ് കൂടുതലും വരിക. ആ കൂടെ ഉണ്ടായിരുന്നൊരു ചെക്കൻ 2 ദിവസം മുമ്പേ പോയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞൂടാ പരിപാടിയുണ്ട്, നാളെ അങ്ങോട്ട് പോരാൻ പറഞ്ഞു. നമ്മൾ ആ ഒരു കമ്പനി തന്നെയാണല്ലോ, ഒരമ്പലത്തിലാണല്ലോ. അപ്പം പാർത്ഥൻ്റെ കൂടെ അതിന് പരിപാടിയില്ല. അപ്പോൾ ഞാൻ ഈ ആനയുടെ കൂടെ പോന്നു. പിന്നീട് അതിന്മേൽ പാർത്ഥൻ്റെ കൂടെ വേറെ ആരോ ഒരു ചക്കൻ വരികയും ചെയ്തു. ഞാൻ ഈ ആനയുടെ ഒപ്പം മോഹനാൻ്റെ ഒപ്പം പോയി. അവിടെ ചെന്ന് ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്ന് പരിപാടി തുടങ്ങി, ഉത്സവം തുടങ്ങി. ആ ഉത്സവത്തിന് മലയാളപ്പുഴ രാജനെ ആ സമയത്ത് നടയിരുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആദ്യമായിട്ട് അവരുടെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 28 ദിവസത്തെ പരിപാടിയല്ലേ. അപ്പോൾ ഇവിടേക്ക് ആനയെ കൊണ്ടുവന്നു. അപ്പോൾ മലയാളപ്പുഴക്കാരനൊരു പരമേശ്വരൻ കൊച്ചാരനുണ്ടായിരുന്നു ഇതിന് കയ്യാളായിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ആനക്കാരൻ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടാവുള്ളൂ. അതും തിരുവനന്തപുരത്തുകാരനൊരു നാടാര് വാസു എന്ന് പറഞ്ഞ ഒരു ആനക്കാരനായിരുന്നു, മലയാളപ്പുഴ രാജൻ. അവരാനയും കൊണ്ട് വന്നു. അവർ ചെങ്ങന്നൂർ ശിവനും പാർവതിയാണ്. ശിവൻ മെയിൻ, ഇത് മോഹനാന്, പാർവതി മലയാളപ്പുഴ രാജൻ. അവരാദ്യം 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ തമ്മിൽ അടിയായി. അടി കൂടിയിട്ട് ആനക്കാർ തമ്മിൽ അടി കൂടിയിട്ട് അവർ മലയാളപ്പുഴയ്ക്ക് തിരിച്ചു പോയി. മലയാളപ്പുഴക്കാരൻ നീ അങ്ങ് പോകാൻ അവിടെ വന്ന് കാണാമെന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് തിരിച്ചങ്ങ് പോയി. അപ്പോൾ ഇവിടെ പരിപാടി മുടങ്ങുന്ന ഒരവസ്ഥ. പുള്ളിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാനും പറ്റത്തില്ല. തലയെക്കെട്ട് കെട്ടണം, പിന്നെ ഒരാളൊപ്പം വേണം. അതും കാട്ടിൽ നിന്ന് വന്നിട്ട് അധികം നടയിരുത്തിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ ഇച്ചിരി പക്വതയുണ്ട് ആനയ്ക്ക്. അത് ശരി. പക്വത ഉണ്ടെങ്കിലും വലിയ ഈ പാർത്ഥൻ്റെ കൂട്ട് ഉള്ള ബഹളമോ ആൾക്കാരെ ഓടിക്കുക അങ്ങനെയൊന്നുള്ളതൊന്നും ഇല്ല. അങ്ങനെ ഒരു സമാനമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇതിനെ കൂടി ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓൾറൗണ്ടായിട്ട് നിൽക്കുമല്ലേ. അപ്പം ഞാൻ അതിന് തലക്കെട്ട് കെട്ടാനും ഇതൊക്കെ. അപ്പോൾ 2 ദിവസം ആയപ്പോഴേക്ക് ഉത്സവം നടക്കില്ല. അപ്പോൾ ആനക്കാർ പിള്ളേരൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നു. അപ്പോൾ മോഹനാനയ്ക്ക് പിന്നെ ഒരു പയ്യനും കൂടി ആയി. ഞാൻ മലയാളപ്പുഴ രാജനാനയ്ക്കായി. പെട്ടെന്ന് അതങ്ങ് ചേട്ടമായി. നല്ല രസമുള്ള ഒരാന, വളരെ ശാന്തനാണ്. ഒരു ഉണ്ടക്കണ്ണൻ. നമ്മൾ അടുത്തേക്കൊക്കെ വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ചു നോക്കും. ശരീരമൊക്കെ നല്ല ബുദ്ധം തന്നെയുള്ളൊരു ശരീരവും, നല്ല കറുപ്പ്. അതെ. അങ്ങനെ ഞാൻ അതിനെ കൊണ്ടു നടക്കാൻ തുടങ്ങി. ഞാൻ ആ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ ആറാട്ടുകടവ്, പമ്പയാറ്റില്ല മിത്രപ്പുഴ കടവ് എന്ന് പറയും, ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഞാൻ അക്കരെ പോയി ഒരു താങ്ങ് തീറ്റ എടുത്തിട്ട് കൊമ്പത്ത് വെച്ചിട്ട് ആ പുഴ നീന്തി വന്നിട്ടുണ്ട് മലയാളപ്പുഴ രാജനെ. എത്ര നാളുണ്ടായിരുന്നു അതും കഷ്ടി ഒരു കൊല്ലത്തോളം. ഞാൻ കോന്നി മുരിങ്ങോങ്ങല അമ്പലത്തിൽ ആനയും കൊണ്ട് പോകുമ്പോൾ ഈ ആറാട്ടും പള്ളിവട്ടം ദിവസം മാത്രമേ ചട്ടക്കാർ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്തു. അപ്പോൾ ഞാൻ ആനയെ കഴുകി അങ്ങനെ അങ്ങോട്ട് പോയി.
അവിടെ ചെല്ലുമ്പോൾ കിഴവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ അവിടെ കാത്തു നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അച്ഛൻ അവിടെ വന്നിട്ട് ചങ്ങനാശ്ശേരി സ്ഥലം വിറ്റു. ആ സ്ഥലം വിറ്റിട്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി നടക്കുക. അപ്പോൾ ഞാൻ മലയാളപ്പുഴയാനൊക്കെയാണ്. അപ്പോൾ അച്ഛനോട് ഞാനെന്ന് പറഞ്ഞു മലയാളപ്പുഴ കൊള്ളുകയല്ല, അവിടെ നമുക്ക് വെള്ളമൊക്കെ കിട്ടാത്തൊരു സ്ഥലമാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മൾ ഇത്രയും ഇതായിട്ട് താമസിച്ചിട്ട് അവിടെ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ മലയാളപ്പുഴ ഉണ്ടല്ലോ, ഞാൻ അവിടെ ഉള്ള ആ ഒരു ഇതിൽ എന്നെ എപ്പോഴും കാണാമല്ലോ, ആ ഒരു രീതിയിൽ അച്ഛൻ അവിടെ വന്നിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു, ഒരു വീടും സ്ഥലം കൂടി മേടിച്ചു, അവിടെ താമസമാക്കി. അവിടെ വെച്ച് എൻ്റെ പെങ്ങളുടെ കല്യാണം ആറന്മുളയിലേക്ക് കെട്ടിച്ചു കൊടുത്തു. ആറന്മുള ആണ് പെങ്ങളെ കെട്ടിച്ചത്. പെങ്ങളുടെ കല്യാണത്തിനാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് വരുന്നത്. എല്ലാവരും വന്ന് നിർബന്ധിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ വീടൊക്കെ ആയിട്ട് അങ്ങനെയാണ് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ബോംബെക്ക് കൊണ്ടുപോയത്, ബോംബെക്കാരനാവാൻ. പിന്നെ ബോംബെയിൽ നമുക്ക് ശരിയായില്ല, കാലാവസ്ഥ പിടിച്ചില്ല, നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ സത്രക്കടവിൽ, ആറന്മുള സത്രക്കടവിൽ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് സ്ഥലത്ത് അവിടെ ഞാൻ കുളിക്കാൻ വേണ്ടി വന്നത്. അന്നേരം ഈ അച്ചമ്പള ചേട്ടൻ അവിടെ പാർത്ഥസാരഥി ആനെ കഴുകുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ ആളുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നീ എന്നാടാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. എടാ ഇതിൻ്റെ കൂടെ ആളില്ല, പന്തളം അയ്യങ്കോയിക്കൽ അമ്പലത്തിൽ പരിപാടിയാണ്, ഓടുന്നോടാ നീ എന്ന് ചോദിച്ചു. അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാ നീ കൂടെ ആ ചകിരി എടുത്ത് ചെത്തിയിട്ടൊന്ന് കഴുകാൻ പറഞ്ഞു. ചകിരി ചെത്തി ഞാനും കഴുകാൻ കൂടി. അവർ നാനയുടെ കൂടെ ഞാൻ വീണ്ടും കൂടി, പാർത്ഥൻ്റെ കൂടെ. അങ്ങനെ അയ്യങ്കോയ്ക്ക് പരിപാടി കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ തുടങ്ങി. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ പാർത്ഥൻ്റെ കൂടെ. എനിക്ക് നല്ല സൂട്ടാണ്. അങ്ങനെ അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കും. ഞങ്ങൾ കുറേ പരിപാടി കരുനാപ്പള്ളി പടനാറുകളൊക്കെ എൻ്റെ മഹാദേവനൊക്കെ ഉണ്ടായിരുന്ന ആ അമ്പലത്തിൽ എഴുന്നള്ളിച്ചു. അങ്ങനെ കുറേ അമ്പലങ്ങളിൽ എഴുന്നള്ളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ആ സീസൺ അങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്ന് പരപ്പുഴ കടവിൽ ഞാൻ അക്കരെ പോയിട്ട് ഇതിനെ കൊണ്ട് പോയി തീറ്റ എടുത്തു. കോഴഞ്ചേരി ഭാഗത്ത് തീറ്റ എടുത്തിട്ട് ഞാൻ ആറ്റിക്കൂടി തന്നെ വരിക. തീറ്റ കടിച്ചു വലിച്ച ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊമ്പ് വലിയ കൊമ്പായിട്ട് പോലും അതിനെ എടുപ്പിക്കില്ല. തീറ്റ കടിച്ചു വലിച്ച് ഞാനിങ്ങനെ വരികയായിരുന്നു. ഞാൻ വന്ന് പരപ്പുഴ കടവിൽ വന്ന് കയറി കഴിഞ്ഞപ്പം മോഹനാനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറുക്കൻ നിപ്പുണ്ട്. അപ്പോൾ ഇവർ കമലാസൻ എന്നോട് പറഞ്ഞു, എടാ ഇതിനെ ഒന്ന് കഴുകാൻ കൂടറാ, ഞങ്ങൾക്ക് തൃക്കടത്താൻ അമ്പലത്തിൽ പരിപാടിയുണ്ട്, ഇതിനെ ഒന്ന് കഴുകാൻ കൂടാൻ പറഞ്ഞു. ഞാൻ ആനെ നിർത്തി ഞാൻ ഇറങ്ങിയിട്ട് കൂട്ടി അവിടെ നിർത്തി. അവിടെ ഈ വലിയ പോലും ഇതൊന്നും ഇല്ല. കൂട്ടി അവിടെ നിർത്തിയിട്ട് വടിക്കമ്പ് അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ മണലിൽ കുത്തി ഇറക്കി വയ്ക്കും, ഒരു വിലക്ക് പോലെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കും. എന്നിട്ട് ആനയ്ക്ക് 2 ഓല എടുത്തിട്ട് കൊടുത്ത് അവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു ചകിരി എടുത്തിട്ട് ഇതിൻ്റെ അകത്തുപാട് വയർഭാഗം കഴുകുക. ആ ചെറുക്കം മേളിൽ പുറം ഭാഗം കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ ഈ അടിവയറ് കുനിഞ്ഞൊന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നത്, കമലാസന് താടച്ചോട്ടിൽ കുനിഞ്ഞൊന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ എന്നെക്കാട്ടി പ്രായം കുറവുള്ള ചെക്കനാണ് ഇതുമലുള്ള, അവൻ ഇതിൻ്റെ പുറം കഴുകിക്കൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ അവൻ്റെ പുറകിൽ ഈ ആന നിൽക്കും. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ആന ഇങ്ങനെ നോക്കും. ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അതിനോട് ഓരോ ഗോഷ്ടി കാണിച്ച്. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ആനക്കുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ നികത്തി കാണിക്കുന്നു. ഇവൻ്റെ നേരത്ത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇങ്ങനെ ഓങ്ങുക. അപ്പോൾ ആന അവിടെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുക. എന്താ കാണിക്കണമെന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് നിന്നോളാൻ പറഞ്ഞ. അപ്പോൾ ഞാൻ ഇവനെ ചീത്ത പറഞ്ഞ. അപ്പോഴേക്ക് ആന അനുസരിച്ചിട്ട് ആന കിക്കിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി. കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കഴുകാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, കലകലകലെന്ന് സൗണ്ടായി കേട്ടു. പെട്ടെന്ന് ഈ ആനയും പേടിച്ച് ചാടി എഴുന്നേറ്റ്. ഞാനെടുത്ത് ഇപ്പുറത്ത് ചാടിയപ്പോഴേക്കും ആന ചാടി വന്ന് ഈ ചക്കനെ അടിച്ച് ഇട്ടു. ഞാനങ്ങോട്ട് പെട്ടെന്ന് ഇതിൻ്റെ പുറകെ കൂടെ അല്ലേ എനിക്ക് ചെല്ലാൻ പറ്റും. ഞാൻ അപ്പുറത്തേക്ക് ചാടി ചെന്നപ്പോഴേക്കും ആന ഇവനെ തെറിപ്പിച്ചെടുത്തോട്ട് ആന പാഞ്ഞു വരുക. എവിടേക്കാണെന്ന് ചോദിച്ചാൽ മുന്നിൽ ചാടി വീണോട് കൂടിയിട്ട് എന്നെ അടിച്ചിട്ടു. എന്നെ പെട്ടെന്ന് ആ ശോഭത്തിൽ എന്നെ തട്ടിയിട്ടു. ഓടി വന്ന് ആന കുത്തി. ഒന്നും പറ്റിയില്ല. വെള്ളത്തിലായതുകൊണ്ട് ആന വന്ന് കുത്തുമ്പോൾ ആ വരുന്ന ഓളത്തിൽ നമ്മളെ നീങ്ങിപ്പോയി. അപ്പോഴേക്കും സെക്കൻഡ് നേരം കൊണ്ട് മോഹനാനെ എഴുന്നേറ്റ് അവിടെ നിൽപ്പുണ്ട്. സെക്കൻഡ് നേരം കൊണ്ട് ഈ മോഹനാനെ തലയ്ക്കും ഭാഗത്ത് തോട്ടിമ്പടി വെള്ളത്തിലോട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അണ്ണൻ അത് എടുത്തിട്ട് ഓടി വന്നു. ആന എന്നെ കുത്തുന്നതിന് മുമ്പേ പുള്ളി ഉടക്കി കഴിഞ്ഞു. അന്ന് മുമ്പേ ഞാൻ പറഞ്ഞില്ല, ഒരു ആന ഉടക്കി. അതേപോലെ ഉടക്കി വലിച്ചെടുത്തിട്ട് ഒറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മുഖം ഒഴിക്കുന്ന സ്വഭാവമൊന്നുമല്ല, എരി കൂടുതലുള്ള സൈസാന. അന്നേരത്തെ ആ ക്ഷോഭത്തിന് ചെയ്ത. പിന്നെ എനിക്കൊരു 10-20 വയസ്സേ ഉള്ളൂ, നല്ല ആരോഗ്യമുള്ള പ്രായവും. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇതിനെ ആദ്യം ഒന്നുകൂടി ഞാൻ കഴുകുക. എന്നിട്ട് ഞങ്ങൾ ആനെ പിടിച്ചവിടെ കിടത്തി ഇതിനെ കഴുകി. എല്ലാവരും കൂടി ഞങ്ങൾ 3 ആളും കൂടി ഇതിനെ പിടിച്ചും കഴുകിയിട്ട് എന്നോട് പറയുന്നത്, നീ അച്ചുമുള്ളച്ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ പാഞ്ഞു വരും, നീ ആനയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ തീറ്റ എടുത്ത് ഞാൻ മേളിൽ കയറി ആനയും കൊണ്ടങ്ങ് പോയി. കുറേ അമ്പലത്തിൻ്റെ കിഴക്കാണ്ട് എത്തിയപ്പോഴേക്കും വെള്ളം ഉണങ്ങി. അപ്പോൾ ഞാൻ ഈ മുഖത്തതൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ആൻ്റെ മേളിലിരുന്നിട്ട് ഇങ്ങനെ തീറ്റയും വലിച്ച് വരുന്നുണ്ട്. അച്ചമ്പളച്ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പുള്ളി ഇങ്ങനെ വന്ന് അടുത്ത് വരുന്നിടം വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. പുള്ളി ഇങ്ങനെ വന്ന് ആരുടെ മുഖത്തേക്ക് നോക്കി വന്നിങ്ങനെ നോക്കിയെന്ന് വെച്ച് പറഞ്ഞു,
ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. ആനയെ നിർത്തി ഞാൻ മേളിൽ നിന്ന് ഇറങ്ങി. തീറ്റയോടെ വെച്ച് ഞാൻ ആന മേളിൽ നിന്ന് ഇറങ്ങി. ഇതെന്താ വടയി കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആനേനെ തട്ടിയിട്ട് കുത്തി. അവർ 10 കൊടുത്തു. അന്നേരം ഞാൻ കാണുന്നത് പുള്ളിക്കത് സഹിച്ചില്ല. എന്നെ കുറേ ചീത്തങ്ങ് പറഞ്ഞു. അന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അങ്ങ് വിളിച്ചു. ഒത്തിരി അങ്ങ് പറഞ്ഞു തന്നെ. എനിക്ക് അതങ്ങ് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വഴിയിലിട്ട് ഞാൻ പോകണില്ല. തോട്ടിയും പടി പുള്ളി പിടിച്ചു മേടിക്കാൻ നിന്നു. ഞാൻ കൊടുത്തില്ല. ഞാൻ അങ്ങനെ ആനയെ കൊണ്ട് പോയി അവരുടെ പറമ്പിൽ കൊണ്ട് കെട്ടി. അവരുടെ വീടിൻ്റെ അവിടെ കൊണ്ട് കെട്ടി. കെട്ടിയിട്ട് ആ ചേച്ചി തീറ്റയ്ക്കൊക്കെ അക്കരയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി നേരം വൈകിയാലും ഈ മീനാക്ഷി ചേച്ചി ഞാൻ വന്ന് എനിക്ക് ചോറ് വിളമ്പി തന്നതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കാം. അവർക്ക് 4 പെമ്മക്കളാണ്. പിന്നെ ഒരു മോനുണ്ട് ഹരി. എന്നെയും അതുപോലെ തന്നെ ഒരു മോനെ പോലെ തന്നെയാണ് അവർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് എനിക്ക് വിളമ്പി തന്നതിൻ്റെ ശേഷം അവർ ചോറ് ഉണ്ണത്തുള്ളൂ. ഇത് നേരം വൈകിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുമട്ടയ്ക്കാണ്, ആറ്ററമ്പിലാണ്. അവരാ തീരത്ത് മേളിൽ വന്ന് നിന്നിട്ട് നോക്കും. സത്രക്കടവിൽ അക്കരെയാണ് നമ്മൾ ആനയെ കഴുകുക. ഇക്കരെ കട്ടിങ്ങാണ്, അക്കരെ മണപ്പുറമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എപ്പോഴും ആന കഴുകുക. അപ്പോൾ ആ അറ്റത്ത് വന്ന് നിന്നിട്ട് അവിടെ നോക്കിയാൽ മണപ്പുറത്ത് ആന വന്ന് കഴുകുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിള്ളേരെ ആരെങ്കിലും വിട്ടിട്ട് ആന വന്നിട്ടില്ലല്ലോ എന്ന് പറയും. ഈ ആനയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് മെക്കിട്ട് കയറും. അത് പല സ്ഥലത്തും ആന എൻ്റെ വെക്കിട്ട് കയറാനൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം പുള്ളിക്ക് നല്ലോണം ഫീൽ ചെയ്തു. എന്നെ ചീത്ത പറഞ്ഞത് എനിക്കും ഫീൽ ചെയ്തു. ഞാൻ ആന കെട്ടിയിട്ട് ചോറ് പോലും ഉണ്ണാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇനി ഞാൻ ഈ ആനമേ നിൽക്കില്ല പറഞ്ഞു. ഇവരാവുന്ന പറഞ്ഞു നോക്കി. കുഴപ്പമില്ല, അവർ പറയാം, എല്ലാവരും പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആരും എൻ്റെ ഒന്നും പറയാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 1-2 ദിവസം ഇതിലെല്ലാം നടന്നു. എന്നിട്ട് വന്ന് ഒരു ദിവസം സന്ധ്യ നേരത്ത് വന്ന് കിഴക്കാനട വന്ന് 18-ാം പടിയിൽ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആന അയച്ചങ്ങോട്ട് വിട്ടു. ഇടയാട്ടി കൂട്ടി അങ്ങോട്ട് കയറിപ്പാനെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് തോട്ടി മൊഴി എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നിഴലിങ്ങനെ മാറിയ മാതിരി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫീല് തോന്നി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും രഘുനാഥൻ്റെ 2 കൊമ്പ് നെഞ്ചിട്ട് നേരെയാണ് വരുന്നത്. ആന പാഞ്ഞു വന്നിട്ട് കുത്തുകയാണ്. ആ കുത്ത് ഈ മതിലെ കൊണ്ട്